കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് രണ്ടിനും പെട്ടെന്ന് ഫലം കിട്ടുമെന്നാണ് എൻ്റെ ഒരു അനുഭവം. ഇപ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് അറിയുക എന്നുള്ളത്, പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ മനസ്സ് എവിടുന്ന് അറിയണേ? ദൈവത്തിൻ്റെ മനസ്സ് കർത്താവിൻ്റെ വചനത്തിൽ നിന്നറിയാൻ പറ്റും. നമുക്ക് പല മാർഗങ്ങളുണ്ട്. പ്രാർത്ഥന ഒരു മാർഗമാണ്. വരദാനങ്ങളിലെ ദർശനങ്ങളൊരു മാർഗമാണ് ദൈവത്തിൻ്റെ മനസ്സറിയാൻ. ദൈവ സ്വപ്നങ്ങളിലൂടെയും ജീവിതാനുഭവങ്ങളിലൂടെയും ഒക്കെ ദൈവം നമ്മളോട് സംവേദിക്കും. പക്ഷേ എങ്കിലും പൊതുവെ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു മാർഗം കർത്താവിൻ്റെ വചനം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ വചനം കേൾക്കുന്നതും ധ്യാനിക്കുന്നതും ഒക്കെ വചനത്തിലൂടെയെല്ലാം. ഇപ്പോൾ നമ്മുടെ വാക്ക് എവിടെ നിന്നാണ് വരണേ? നമ്മുടെ വാക്ക് നമ്മുടെ മനസ്സിൽ നിന്നാണ് വരണേ. അപ്പം നമ്മുടെ മനസ്സിലുള്ളത് എന്താ? ഇപ്പം ചില ആൾക്കാർ മിണ്ടാണ്ടിരിക്കുമ്പോൾ എന്നാ പറയണത്? നീ ഒന്ന് തുറന്ന് സംസാരിക്കും, നിൻ്റെ മനസ്സിലുള്ള എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കട്ടെ എന്നല്ലേ പറയണേ. അപ്പോൾ മനസ്സാണ്, മനസ്സിൽ നിന്നാണ് വാക്ക് വരണത്, വാക്കിലൂടെയാണ് മനസ്സറിയണത്. പൗലോസപ്പോസ്തലൻ പറയും, ഞങ്ങളാവട്ടെ യേശുക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. 1 കൊരിന്ത്യർ 2:16 1 കൊരിന്ത്യർ 2:16 ഞങ്ങളാകട്ടെ യേശുക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു. അപ്പോൾ മനസ്സറിയുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. ഞാനങ്ങനെ ഒരു ആമുഖമായി ഇത്രയും സംസാരിക്കാൻ കാരണം, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഈ 1 രാജാക്കന്മാർ 19:14 എലിയ നീ ഇവിടെ എന്ത് ചെയ്യുന്നുവെന്ന്.
അപ്പം അതിൻ്റെ രസമെന്ന് പറയണത്, ദൈവത്തിനറിയാം ഏലിയ എന്താണ് ചെയ്യണമെന്നുള്ളത് ദൈവത്തിനറിയാം. ദൈവത്തിന് അറിയാമെങ്കിലും ദൈവം നമ്മളോട് ചോദിക്കും. കാര്യം നമ്മുടെ മനസ്സിൽ തന്നെ അത് കേൾക്കാനുള്ള ഒരു ദൈവത്തിൻ്റെ സ്നേഹമാണത്. ശരിക്കും അറിയാമെങ്കിലും നമ്മൾ പറയണത് കേൾക്കുമ്പോൾ ദൈവത്തിനൊരു സന്തോഷം. ഏലിയ എന്നാ പറഞ്ഞത്? ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ചുരുക്കിയാണ്. അപ്പോൾ ദൈവം ചിരിച്ച് കാണും. കാരണം ദൈവത്തിനറിയാം. പക്ഷെ അവനോട് അവൻ്റെ ഉള്ളിൽ നിന്നത് കേൾക്കുമ്പോൾ തൻ്റെ വാത്സല്യഭാജനം തന്നെ ഏത് ദുർഘട അവസ്ഥയിലും ഇത്രയും സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നോർക്കുമ്പോൾ ദൈവം അതിനെയൊക്കെ വിളിക്കുന്നത് തീഷ്ണതയെന്നാണ്. ശരിക്കും അതാണ് ഏലിയ പറയണത്. കർത്താവേ, ഞാൻ അങ്ങയെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ചുരുക്കിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് വേറെ ഒരു വചനം ഈ വചനവുമായിട്ട് ലിങ്ക് ചെയ്ത്, അത് യോഹന്നാൻ്റെ സുവിശേഷമാണ്, അവസാന ഭാഗങ്ങളെ. അവിടെയും ഇത് തന്നെയാണ് ചോദിക്കേണ്ടത്. യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അതിനാണല്ലോ ഈ തീഷ്ണതയെന്ന് പറയണത്. പല സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ സാഹചര്യങ്ങളെക്കാളും അതിലംഘിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക, വിശ്വസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് ഒറ്റപ്പേരാണ് തീഷ്ണത. പക്ഷേ രസമെന്താ? പത്രോസ് കർത്താവിനെ എല്ലാവരെക്കാൾ ഉപരി സ്നേഹിക്കുന്നുവെന്ന് കർത്താവിനറിയാം. പക്ഷേ ഏലിയ ദൈവത്തെ എല്ലാവരെക്കാൾ ഉപരി സ്നേഹിക്കുന്നുവെന്ന് ദൈവത്തിനറിയാം. ദൈവത്തിനറിയാമെങ്കിലും പത്രോസിൻ്റെ വായിൽ നിന്ന് ദൈവത്തിനത് കേൾക്കണം. ദൈവത്തിനറിയാമെങ്കിലും ഏലിയാവിൻ്റെ വായിൽ നിന്ന് ദൈവത്തിനത് കേൾക്കണം. തൻ്റെ ഭക്തൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ ദൈവത്തിന് എന്തിഷ്ടം. പ്രാർത്ഥനയുടെയൊക്കെ ഒരു ഭാഗതയും ഇതാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ത് പ്രാർത്ഥിക്കുന്നു എന്നതിനേക്കാൾ ഉപരി ആര് പ്രാർത്ഥിക്കുന്നു. നമ്മൾ കർത്താവിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചും ആലോചിച്ചും പ്രാർത്ഥിച്ചും പ്രവർത്തനങ്ങൾക്ക് യാതൊരു മാന്യമില്ലാതെ മുന്നേറുമ്പോൾ അതിനാണ് തീഷ്ണത എന്ന് പറയണത്. അപ്പോഴാണ് കർത്താവ് നമ്മളോട് ചോദിക്കണത്, നീ ഇവിടെ എന്ത് ചെയ്യുന്നുവെന്ന്. അപ്പോൾ ചങ്കൂറ്റത്തോടെ കലുറപ്പോടെ പറയാൻ ഏലിയാവിനെ പോലെ കഴിയണം, പത്രോസിനെ പോലെ കഴിയണം. പത്രോസ് പറഞ്ഞു, കർത്താവേ, അങ്ങേക്കെല്ലാം അറിയാം. ഏലിയ പറഞ്ഞു, കർത്താവേ, അങ്ങേക്കെല്ലാം അറിയാം, ഞാൻ അങ്ങയെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ജ്വലിക്കുകയാണ്. പത്രോസ് അത് തന്നെയാണ് പറഞ്ഞത്. അങ്ങേക്കെല്ലാം അറിയാമല്ലോ എന്ന് പറയുമ്പോഴും പറയാതെ പറഞ്ഞത് എന്താണ്? ഏലിയാവിനെപ്പോലെ ഞാനും കർത്താവെ തീഷ്ണതയാൽ ജ്വലിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലെ എന്ത് ചെയ്യണം? ഏലിയാവും അതേസമയം തന്നെ പത്രോസും ഒരേ വചനമാണ് പറഞ്ഞത്. രണ്ടുപേരുടെയും മനസ്സിലിരിപ്പ് അറിയാൻ വേണ്ടി രണ്ടുപേരോടും ദൈവം ചോദിച്ചു, ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? യോനായുടെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? രണ്ടുപേരും പറഞ്ഞ്, ഞാൻ തീഷ്ണതയായി ജ്വലിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ സുവിശേഷത്തിൻ്റെ ജീവിത സാക്ഷ്യ മുന്നേറ്റങ്ങളിൽ ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതിന് പകരം അപ്പോസ്തല വിഹിതമായ സംഘർഷങ്ങളാലും തെറ്റിദ്ധാരണകളാലും ആക്ഷേപങ്ങളാലും ഒരപ്പനായ അമ്മയായ മക്കളായ ഉത്തരവാദിത്തങ്ങൾ സുവിശേഷ വിഹിതമായി പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള വെമ്പലുകളിലും ഞങ്ങൾക്ക് സമാശ്വാസം ലഭിക്കാതിരിക്കുമ്പോഴും പ്രാർത്ഥനയിൽ നിന്ന് തളരാതെ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾ തീഷ്ണതയുള്ളവരാണെന്ന് ഞങ്ങൾ അറിയുന്നതിനേക്കുപരി അങ്ങ് അതറിയാൻ ആഗ്രഹിക്കുന്നുവെന്നുള്ള സത്യമാണെന്ന് സുവിശേഷത്തിൽ വെളിപ്പെട്ടെങ്കിൽ കർത്താവെ, ആ സുവിശേഷ സാക്ഷ്യ മുന്നേറ്റത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് ഏത് കാലാവസ്ഥയിലും സാഹചര്യത്തിലും നിന്നെ കർത്താവിൻ്റെ രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് സർവ്വജന സമക്ഷം കാറ്റിൽ പൊലിയാതെ നിൽക്കാൻ, കാലം കെടുത്താതെ നിൽക്കാനുള്ള കർത്താവിൻ്റെ കൈവിളക്കായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ജീസസ് താങ്ക്സ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ.
അതിശക്തമായി കൈകൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, സ്തോത്രം കർത്താവേ. ജീവിത പ്രതിസന്ധികളുടെ നടുവിലും ദുഃഖദുരിതങ്ങളുടെ നടുവിലും കർത്താവേ, ജീവിതം അലയുമ്പോൾ കർത്താവേ, ദൈവത്തെ പിരിയാതെ ജീവിക്കാൻ അങ്ങയുടെ വചനത്തിന്റെ തീഷ്ണതയാൽ, അങ്ങ് കൂടെ ഉണ്ടെന്ന ബോധ്യത്തിന്റെ തീഷ്ണതയാൽ, ഏലിയായെ പോലെ തീഷ്ണതയോടെ വ്യാപരിക്കാൻ, പത്രോസിനെ പോലെ ദൈവിക തീഷ്ണതയോടെ വ്യാപരിക്കാൻ, ഞങ്ങളുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുക്കാനുള്ള കരുത്ത് ഞങ്ങൾക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കരങ്ങളടിച്ചുകൊണ്ട് പാടാം. ആരാധന. ദൈവമേ സ്തോത്രം. ജീവിതത്തിന്റെ ഘട്ട സാഹചര്യങ്ങളെ, നഷ്ടസ്വപ്നങ്ങളെ കർത്താവിന് സമർപ്പിക്കുകയാണ്. പ്രതികൂലമായ കാലാവസ്ഥകള്, ജീവിതത്തിൽ അടിക്കടിക്കുണ്ടാകുന്ന പരാജയങ്ങള്, പ്രതിസന്ധികളില് എലിയായെ പോലെ തീഷ്ണതയോടെ വ്യാപരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മ അഭിഷേകമാകണമേ. പത്രോസിൽ നിറഞ്ഞ ആത്മാവിന്റെ ശക്തി ഞങ്ങളുടെ മേൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങളടിച്ചുകൊണ്ട് ആടിപ്പാടാം. കഷ്ടങ്ങൾ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവായ ദൈവമേ. 1 രാജാക്കന്മാർ 19 തിരുവെഴുത്തുകൾ കർത്താവേ, ഭൂഗർഭത്തിൽ അങ്ങോട്ടായിരുന്നില്ല, അഗ്നിയിൽ അങ്ങോട്ടായിരുന്നില്ല. മറ്റൊരു സ്വരം കേൾക്കുകയാണ്, മൃദുലമായ സ്വരം. ഏലിയാ നീ എവിടെയാണ്? ഏലിയാ പ്രതിവചിക്കുന്നു, കർത്താവിനെ കുറിച്ച തീഷ്ണതയാൽ എന്റെ ആത്മാവ് കത്തിച്ചൊലിക്കുകയാണ്, അഭിഷേകം കൊണ്ട് നിറയുകയാണ്. അതേ അഭിഷേകം ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ മകനും മകൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ അഭിഷേകം ചൊരിയട്ടെ. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഉണരുക. ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഉണരുക. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ വ്യക്തികളുടെ മേലും ആത്മാവിന്റെ അഭിഷേകം ചൊരിയട്ടെ. കുടുംബ ജീവിതത്തിൽ അടിക്കടിക്കൊണ്ടാകുന്ന ദുരിതങ്ങളിലും ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിലും കർത്താവേ, അങ്ങയുടെ ആത്മാവിന്റെ തീഷ്ണതയിൽ വ്യാപാരിക്കാൻ കർത്താവേ, ഞങ്ങൾ കേട്ട വചനത്തിന്റെ അഭിഷേകം ഞങ്ങൾക്ക് ശക്തിയായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ആഴമായ ബോധ്യമാണ് നമുക്ക് തീഷ്ണത നൽകുന്നത്. ഏത് കഷ്ടപ്പാടിലും ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഈ മകനെ അല്ലെങ്കിൽ ഈ മകളെ സ്പർശിച്ച അതേ കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്നുള്ള വലിയ ബോധ്യം നമ്മൾക്ക് ലഭിക്കുകയും പ്രയാസങ്ങളിലും പ്രതിസന്ധികളും പതറാതെ പ്രാർത്ഥനയെ പ്രത്യാശയോടെ മുന്നേറിക്കൊണ്ട് സുവിശേഷം സാക്ഷ്യമാകാൻ ഈ സാക്ഷ്യ ശുശ്രൂഷ നമ്മളെ സഹായിക്കട്ടെ. എൻ്റെ പേര് കെ.ഒ. വർഗീസ്, ചാലക്കുടി കനകാമര അടുത്തുനിന്ന് വരുന്നു. ഞാൻ ജനുവരി 10-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 6 നിയോഗങ്ങൾ വെച്ചു. അതിൽ 1-ാമത്തെ നിയോഗം എൻ്റെ മകന് PT എക്സാം എഴുതി PR ലഭിക്കുവാനായിരുന്നു. കാരണം അവിടെ അവന് ജോലി ഉണ്ടായിരുന്നു. 2 വർഷം അവൻ പഠിച്ചു. അത് കഴിഞ്ഞ് 2 വർഷം സ്റ്റേ ബാക്ക് ആയിരുന്നു. അപ്പോൾ അവന് നല്ല ജോലി കിട്ടി. പക്ഷെ അത് PR ഇല്ലാതെ അവിടെ നിൽക്കാൻ പറ്റില്ല. ഈ മാർച്ച് 10-ന് ആ വിസ കഴിയും, സ്റ്റേ ബാക്കിൻ്റെ ഇത് കഴിയും. അപ്പോൾ അങ്ങനെ അവൻ PT എക്സാം എഴുതി 3 മാസം, 1 മാസം 2 പ്രാവശ്യം ഇത് എഴുതി, അങ്ങനെ 16 പ്രാവശ്യം എഴുതിയിട്ടും അവന് കിട്ടുന്നില്ല. ഏതെങ്കിലും ഒന്നിലും അവൻ പൊട്ടും.
അപ്പോൾ അങ്ങനെ ആ ജോലി നഷ്ടപ്പെട്ടു, ആൾ തിരിച്ചു എത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇപ്പോൾ ഇത് ഉടമ്പടി കൊണ്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ, ഉടമ്പടി അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വീട്ടിൽ പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു അത് ശരിയല്ല, ഇനിയും നമുക്ക് അവസരമുണ്ട്, മാതാവിനോട് പ്രാർത്ഥിക്കാം. അങ്ങനെ ഏപ്രിൽ 28 ഇവിടെ വന്നു. ഞാൻ ഉടമ്പടി പുതുക്കി അച്ഛനെ കണ്ടു, അച്ഛനോട് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു അവന് ജോലി പോയി, അവൻ്റെ PT എക്സാം എഴുതിയിട്ട് 18 പ്രാവശ്യം എഴുതിയിട്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താ വേണ്ടത്, ജോലി വേണോ PT എക്സാം എഴുതണോ? എനിക്ക് ജോലിയും വേണം PT എക്സാം എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അച്ഛൻ പിന്നെയും പറഞ്ഞു ഞാൻ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണ്ടേന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇനി PT എക്സാമാണ് നമുക്കൊരു വെല്ലുവിളി, ജോലി പിന്നെയും കിട്ടും. ഞാൻ പറഞ്ഞു PT എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എന്നോട് പറഞ്ഞു വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറഞ്ഞു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി. അച്ഛൻ അവനെ കൈവച്ച് പ്രാർത്ഥിച്ച് സിസ്റ്റത്തിനെ കർത്താവിൻ്റെ നിയന്ത്രണത്തിൽ വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു. എന്നോട് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പോയി. പിറ്റേ ബുധനാഴ്ച രാത്രി പ്രാർത്ഥിക്കുമ്പോൾ സന്ധ്യാപ്രാർത്ഥന സമയത്ത് എന്നോട് മകൻ പറഞ്ഞു ഞാൻ നാളെ എക്സാം എഴുതുന്നുണ്ട്, പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനോട് പറഞ്ഞു ഇനി നീ 1 മാസം കഴിഞ്ഞ് എഴുതിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ ആൾ അത് ബുക്ക് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം വ്യാഴാഴ്ച 4 മണിയായപ്പോൾ, പുലർച്ചെ 4 മണിയായപ്പോൾ ഡോർമ വന്ന് മുട്ടിയിട്ട് പറഞ്ഞു ഞാൻ പാസ്സായി, എക്സാം പാസ്സായി, എല്ലാ വിഷയത്തിലും 8 കിട്ടണം. മുമ്പ് 7 മതിയായിരുന്നു, ഇപ്പോൾ 8 ആണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കിട്ടാത്തത്. എല്ലാ വിഷയത്തിനും അവന് 8 മാർക്ക് വീതം കിട്ടി. അങ്ങനെ അവൻ പാസ്സായി. ഇതിന് സഹായിച്ച ദൈവത്തിന്, ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, വലിയ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത്. ഇങ്ങനെ ഓരോ സാക്ഷ്യങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ എന്തിനാണ് സാക്ഷ്യപ്പെടുത്തുന്നത്? കർത്താവ് പറഞ്ഞു വലിയ വണ്ണകരങ്ങളിലെ പൊതുജന സമക്ഷം പ്രഖ്യാപിക്കേണ്ടതാണ്. എന്താണ്? പൊതുജനങ്ങൾക്ക് ദിശാബോധമുണ്ടാകണം. അവർ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ദൈവം അവരുടെ കണ്ണുനീരൊപ്പാൻ ഇന്നും അവരുടെ മധ്യത്തിൽ ജീവിക്കുന്നു. പ്രാർത്ഥന കൊണ്ട്, ജീവിത വിശുദ്ധി കൊണ്ട്, സുവിശേഷ മാർഗം കൊണ്ട് ആ സത്യദൈവത്തെ തിരിച്ചറിയാൻ എല്ലാവരെയും സഹായിക്കപ്പെടണം. അതുകൊണ്ട് എല്ലാവർക്കും ആത്മകരുത്ത് ലഭിക്കണം. നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. അവരെ സുഖപ്പെടുത്തിയ, ശക്തിപ്പെടുത്തിയ, അവരുടെ പ്രാർത്ഥനയ്ക്കുത്തരം കൊടുത്ത അതേ ദൈവം പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മലരിൻ ഇതളിൽ തൂമഞ്ഞു പോലെ കരതാരിലീശോ തിരുവോസ്തിയിൽ. മലരിൻ ഇതളിൽ തൂമഞ്ഞു പോലെ കരതാരിലീശോ തിരുവോസ്തിയിൽ. ഹൃദയം പുണരാ കൊതിയോടെ നിൽപ്പൂ സദയം വരൂ നീ ആത്മനാഥ, സദയം വരൂ നീ ആത്മനാഥ. നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ, നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ,
ജീവനേ നിത്യകാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യകാരുണ്യമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, ജീവിക്കുന്നതിനായ ദൈവമേ, ഞങ്ങളെ വചനങ്ങൾ കേട്ട് ധ്യാനിക്കുകയായിരുന്നു. ഇപ്പോൾ ദേശത്തിൻ്റെ നാനാദിക്കുകളിലും അങ്ങയുടെ മക്കള് ഈ ആരാധനയെ പ്രാർത്ഥനാപൂർവ്വം പങ്കെടുത്തുകൊണ്ടിരിക്കുക. കർത്താവെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, നമ്മുടെ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിലെല്ലാം ഈ ആരാധനയെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും കർത്താവെ ഇപ്പോഴും നീ സ്പർശിക്കണമേ ഈശോ. സാന്ത്വനാഭിഷേകത്തിൻ്റെ ആരാധനയിൽ അനേകം മക്കൾ ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവെ സൗഖ്യപ്പെട്ടു വന്ന് കൃപാസനത്തിൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഈശോയെ. കർത്താവെ, പലതരത്തിൽ കർത്താവെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ശാരീരികമായ പീഡകൾ അനുഭവിക്കുന്നവരെ, കർത്താവെ കിടപ്പ് രോഗികളെ എല്ലാം അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ തിരുമുറിവാർന്ന വലതുകർത്ത മക്കളെ സ്പർശിക്കുന്ന അടിപ്പിണർവ് പോലെ, വൈദ്യുത ആഘാതം പോലെ ദൈവിക ശക്തി നിമിഷം കർത്താവെ അവരെ കാഞ്ഞു പതിക്കട്ടെ. സുഖ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീടുകളിൽ കിടക്കുന്ന രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ശക്തി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ആരാധന. കരങ്ങൾ വീശിക്കൊണ്ട് കർത്താവിനെ ആരാധിക്കട്ടെ. യേശുവേ ആരാധന, ദൈവസ്നേഹത്തോടെ പാടാം. ആരാധന, ആരാധന, യേശുവേ ആരാധന. കർത്താവെ, കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ള എല്ലാ മക്കളെയും ഞങ്ങൾ ആരാധനയെ സമർപ്പിക്കുന്ന കർത്താവെ, ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്ന അനേകം മക്കളുണ്ട് ഈശോ. അതുപോലെ കർത്താവെ, പ്രത്യേകമായ സാഹചര്യങ്ങളിൽ കർത്താവെ പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ വീടുകളിലെ ജീവിതത്തിൽ കുടുങ്ങിപ്പോയിട്ടുള്ളതുകൊണ്ട് ഈശോയെ, അവിടെ ഹൃദയഭാരം കൊണ്ട്, സാമ്പത്തിക ബാധ്യത കൊണ്ട്, കുടുംബത്തിൻ്റെ അസമാധാനം കൊണ്ട് കർത്താവെ പ്രാർത്ഥിക്കാൻ വാക്കുപോലും കിട്ടാത്തതുകൊണ്ട് ഈശോയെ, അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ തിമിൾക്കുകളടുത്ത് നൽകുന്ന വിശുദ്ധമായ രക്തം കർത്താവെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന വ്യക്തികളിലേക്ക് തളിക്കണമേ കർത്താവെ. ഈ ആരാധന നടക്കുന്ന സമയത്ത് കർത്താവെ, ദൂരദർശനിൽ കർത്താവ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവ്, ഷാരോൺ TV കർത്താവെ ഇത് പ്രാർത്ഥിച്ച് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളുടെ ഓരോ മുറികളിലും കർത്താവെ ഇപ്പം കർത്താവിൻ്റെ ശക്തി ഒഴിക്കണമേ. അവരുടെ കുടുംബത്തിൻ്റെ 4 അതിരുകൾ കർത്താവിന് വിശുദ്ധമായ രക്തത്താൽ തളിക്കപ്പെടട്ടെ. ഏറ്റവും ദിക്കുകളുടെ ദൂതന്മാർ കാവൽ നിൽക്കട്ടെ. ആരാധന ശക്തിയാൽ ആന്തരിക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തീരാവ്യാധികളെ സമർപ്പിക്കുന്നു. യേശുവേ അസ്ഥിരോഗികളെ സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ആത്മാവ് ആന്തരികമായ പ്രേരണ നൽകുന്നുണ്ട്. മുതുകല്ലിലൊക്കെ വളഞ്ഞു പോയവർ, കശേരിക്ക് ഡിസ്ലൊക്കേറ്റ് ആയവർ, പലതരത്തിലുള്ള അസ്ഥിബന്ധങ്ങളിലെല്ലാം വേദനയും പലതരത്തിലുള്ള രോഗങ്ങളുമുള്ളവർ കർത്താവെ, എല്ലാ മക്കളെയും കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്പോണ്ടിലോസ് രോഗികളെ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്നു. കഴുത്തിന് കർത്താവെ പലതരത്തിലുള്ള ദ്രവിപ്പും കർത്താവെ, അസ്ഥി നുറങ്ങിപ്പോകുന്നവർ കർത്താവെ അങ്ങയുടെ തിരുസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അസ്ഥിക്കുഴകളിലെ കർത്താവെ മരവിപ്പുള്ളവർ, തേയ്മാനമുള്ളവർ കർത്താവെ, അതിലുപരി നീരുള്ളവർ, സ്വാധീനം കുറഞ്ഞവർ കർത്താവെ, ജോലി ചെയ്യാൻ ആവതില്ലാത്തവർ കർത്താവെ, കുടുംബം പോറ്റാൻ ഒരേ ഒരു ആളുണ്ടായിട്ടും കർത്താവെ രോഗിയായി മാറിയിട്ടുള്ള ആൾക്കാർ കർത്താവെ അങ്ങീ നിമിഷം ഏറ്റെടുക്കണ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ നാട്ടിൽ കർത്താവെ അനേക ദേശങ്ങളിലും വിദേശത്തും വിദൂരത്തും കർത്താവെ ജീവിക്കുന്ന ഓരോ മക്കൾക്കും കർത്താവെ ഈ നിമിഷം ആരാധനയിൽ കർത്താവെ അവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും. മനസ്സിന് കർത്താവെ പുറത്ത് പറയാൻ പറ്റാത്ത തരത്തിലും മനസ്സിൻ്റെ വേദന നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചൊരിയട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. അസ്ഥിരോഗികളെ സ്പർശിക്കുന്നതിനോട് നന്ദി പറയുന്നു. പുറത്തു പറയാൻ പറ്റാത്ത രോഗത്താൽ വിഷമിക്കുന്ന മക്കള്
കർത്താവെ സങ്കടം പേര് കഴിയുന്നവര്, ഈ ആരാധനയിൽ നിയോഗം സമർപ്പിക്കുന്നവര്, കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളും സൗഖ്യപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങൾ വീശി ആരാധിക്കട്ടെ. ഈശോയുടെ സ്പർശനം കടന്നു വരികയാണ്. ഈശോയെ, ഈശോയെ, ജീവിക്കുന്ന ദൈവമേ, ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണുകളടച്ച് നീ എവിടെയായിരിക്കുന്നുവോ, നീ ഭവനത്തിലായിരിക്കുമെങ്കിൽ അവിടെ മുട്ടിൽ നിന്നുകൊണ്ട്, നീ ആരാധന കൂടുന്ന വാഹനത്തിലോ മൊബൈലിലോ എവിടെയായിരുന്നാലും ഹൃദയത്തിൽ ഈ ഈശോയെ സ്മരിച്ച് ശിരസ്സ് കുനിച്ച് ഈ ആശീർവാദം നീ സ്വീകരിക്കുക. കർത്താവ് നിന്നെ ആശീർവദിക്കുന്നു. നിരവധിയായ ഭാരങ്ങളെ ഇപ്പോഴും ഈശോ ഏറ്റെടുക്കുന്നു. കർത്താവ് എന്നെയും നിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന ഉള്ളിലെ ഹൃദയബന്ധത്തോടെ പ്രാർത്ഥിക്കുക. നാനാജാതി മതസ്ഥർ പ്രാർത്ഥിക്കട്ടെ. നീ ഏതവസ്ഥയിലായിരുന്നാലും പ്രാർത്ഥിക്കട്ടെ. രക്ഷകനാവാത്ത വിധം കർത്താവിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കാം. ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം. എലിയായോട് ദൈവം ചോദിച്ചു, നീ അവിടെ എന്തെടുക്കുകയാണ്? എലിയാ പറഞ്ഞു, ഞാൻ കർത്താവിനെ പ്രതി അവൻ്റെ തീഷ്ണതയോടാൽ നിറഞ്ഞു ജ്വലിക്കുകയാണ്. അതേ, ദൈവത്തോട് ദൈവസ്നേഹത്തിൻ്റെ തീഷ്ണതയാൽ, ദൈവശരണത്തിൻ്റെ തീഷ്ണതയാൽ, ദൈവത്തോടുള്ള വിശ്വാസ തീഷ്ണതയാൽ എവിടെയായിരുന്നാലും ഇപ്പോൾ മനമുയർത്തി സ്വരമുയർത്തിക്കൊണ്ട് നിങ്ങളുടെ രോഗങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും കുടുംബത്തെയും മക്കളെയും തൊഴിൽ മേഖലയിലെയും സമർപ്പിച്ചുകൊണ്ട് ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളെ ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇതാ കർത്താവ് നമ്മളെ ആശീർവദിക്കുകയാണ്. മാരക രോഗങ്ങളെ ഈശോ ആശീർവദിച്ച് സൗഖ്യപ്പെടുത്തുന്നു. ഓരോ കുടുംബങ്ങളുടെ മേലും ദൈവത്തിന്റെ കൃപ ചൊരിയപ്പെടുന്നു. പരീക്ഷ എഴുതുന്ന കാത്തിരുന്ന മക്കളുടെ മേല്, അവരുടെ ബുദ്ധി അധ്യയന വർഷത്തിന്റെ മേല് ദൈവത്തിന്റെ കാരുണ്യം ചൊരിയപ്പെടുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മ മുദ്ര ചാർത്തപ്പെടുന്നു. ദിവ്യകാരുണ്യത്തിന്റെ മുദ്രയാൽ അഭിഷിക്തരാകുന്നു. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.